ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു മന്ത്ര സാരി ഡ്രിപ്പിംഗ് സ്റ്റുഡിയോ. ഇന്ന് നമുക്ക് സിന്തറ്റിക് ടൈപ്പ് സാരീസ് എങ്ങനെ ഉടുക്കാമെന്ന് നോക്കാം. സിന്തറ്റിക് ടൈപ്പ് എന്ന് പറയുമ്പോൾ ഷിഫോൺ, ക്രേപ്പ്, ജോർജറ്റ് ഇതുപോലുള്ള മെറ്റീരിയലാണ്. ഇതിൽ സാരീസ് എങ്ങനെ ഉടുക്കാമെന്ന് നോക്കാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യമായിട്ട് ഞാനൊരു ബ്ലൗസ് സെറ്റ് ചെയ്യുകയാണ്. ഓൾറെഡി അതിന് ഇപ്പോൾ ഞാൻ എടുക്കുന്ന സാരിക്ക് വിത്തൗട്ട് ബ്ലൗസാണ്. അപ്പോൾ നമുക്കൊരു ബ്ലൗസ് സെറ്റ് ചെയ്യാം. അതിനുള്ള ബ്ലൗസ് പീസ് എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ അത് നമുക്ക് എങ്ങനെയാണ് സെറ്റ് ചെയ്തെന്ന് നോക്കാം. ഇത് സ്റ്റിച്ച് ചെയ്ത ബ്ലൗസ് അല്ല, ഇത് ഞാൻ ഈ തുണിയിൽ വെച്ചിട്ട് തന്നെ ഒരു ബ്ലൗസ് സെറ്റ് ചെയ്യാൻ നോക്കുന്നതാണ്. ആദ്യം ഇതിനെ ഇങ്ങനെ ഒരു കെട്ടിടുക. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബ്ലൗസാണ്. കെട്ടിട്ട ശേഷം കഴുത്തിൻ്റെ മുകളിലൂടെ ഇടുക. ഇപ്പം നമുക്ക് ഈ ബ്ലൗസിൻ്റെ പീസ് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇതിനെ താഴെ എടുത്തിട്ട് മടക്കി ഒരേ ലെവലിൽ മടക്കി പുറകിലേക്ക് കൊണ്ടുവരുമ്പോൾ നിങ്ങളുടെ ഇറക്കത്തിന് ആവശ്യത്തിനനുസരിച്ചിട്ട് ഇവിടെ ഇറക്കം കൂടുകയോ ഇറക്കം കുറച്ച് കൊടുക്കുകയൊക്കെ ചെയ്യാം. അപ്പം എനിക്ക് ഇത്ര ഇറക്കം വേണ്ട, ഞാൻ കുറച്ച് ഇറക്കം കുറയ്ക്കുകയാണ്. ഇപ്പം ഞാൻ ബ്ലൗസ് സെറ്റ് ചെയ്തു, സ്കേർട്ട് ഇടിപ്പിച്ചു. സ്കേർട്ട് ഇടുമ്പോൾ ഇത് നമുക്ക് ജോർജറ്റിൻ്റെ മെറ്റീരിയലാണ് ഈ സാരി വരുന്നത്. അപ്പോൾ ജോർജറ്റ് ടൈപ്പ്, ഷിഫോൺ ടൈപ്പ്, ക്രേപ്പ് ടൈപ്പിലൊക്കെ അങ്ങനത്തെ മെറ്റീരിയൽ സാരികൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് അണ്ടർസ്കേർട്ട് എപ്പോഴും നോർമൽ അണ്ടർസ്കേർട്ട്, സാധാരണ കോട്ടൺ അണ്ടർസ്കേർട്ട് കുറച്ച് കട്ടിയുള്ള ടൈപ്പ് മെറ്റീരിയൽ എടുക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. ഹെവി ടൈപ്പ് വരുന്ന ടൈപ്പിൽ അങ്ങനെയുള്ള സാരികളിൽ ഷേപ്പ് വെയർ പോലത്തെ ഇൻസ്കേർട്ടായിരിക്കും കുറച്ചുകൂടെ ചേരുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഉള്ള സിന്തറ്റിക് ടൈപ്പ് മെറ്റീരിയൽ സാരികളിൽ ചൂസ് ചെയ്യുന്നവർ മാക്സിമം നോർമൽ ടൈപ്പ് അവരുടെ ഷേപ്പിനും ഇറക്കത്തിനും അനുസരിച്ചിട്ടുള്ള അണ്ടർസ്കേർട്ട് സെലക്ട് ചെയ്ത് ഉപയോഗിക്കുക. ഹെവി സാരികളിൽ ഷേപ്പ് വെയർ പോലത്തത് ഉപയോഗിക്കുകയാണെങ്കിൽ സാരി നന്നായിട്ട് ഒതുങ്ങിയിരിക്കുകയും ചെയ്യും, ബോഡിക്കൊരു ഷേപ്പും തോന്നിക്കും. ഞാൻ എപ്പോഴും പറയും പോലെ ആദ്യമേ തന്നെ ഒരു നോട്ട് കൊടുക്കുക, ഒരു കെട്ടിടുക, അതിനുശേഷം ഡ്രൈവ് ചെയ്യുക. വലതുവശത്ത് ചേർത്ത് വെച്ചിട്ട് തന്നെ ഡ്രൈവ് ചെയ്യുക. ഈ മെറ്റീരിയൽ നന്നായിട്ട് ഒതുങ്ങി വരുന്ന ടൈപ്പ് മെറ്റീരിയലാണ്, ജോർജറ്റിൻ്റെ മെറ്റീരിയലാണ്. നല്ല ഭംഗിയുള്ളൊരു സാരിയാണ്. അപ്പോൾ ഇതിൻ്റെ തുടക്കത്തിൽ ഒരു നോട്ട് കൊടുത്ത് ഇതിനെ ടക്ക് ഇൻ ചെയ്യുക. ഒരു റൗണ്ട് ചുറ്റി എടുത്തിട്ടുണ്ട്. ഇനി ഒന്നുകൂടെ ചുറ്റി എടുത്ത ശേഷം മുന്താണി എടുക്കുക. മുന്താണി എടുത്തിട്ട് പ്ലീറ്റ് എടുക്കുക. ആദ്യമായിട്ട് സാരി ഉടുക്കാൻ നോക്കുന്നവർ ഇതുപോലുള്ള സിന്തറ്റിക് ടൈപ്പ്, അതായത് ജോർജറ്റ്, ഷിഫോൺ, ക്രേപ്പ് ഇതുപോലുള്ള മെറ്റീരിയലുകൾ അവരുടെ കയ്യിൽ വഴങ്ങിയില്ലെന്ന് വരും. കാരണം ഇതിങ്ങനെ ഒഴുകി കുഴഞ്ഞു കിടക്കുന്ന ടൈപ്പാണ്, അതായത് ഒഴുകി താഴെ പോകുന്ന ഒരു ടൈപ്പാണ്. അപ്പോൾ അത് പെട്ടെന്ന് അവർക്ക് ഉടുത്തെടുക്കാൻ ബുദ്ധിമുട്ട് തോന്നും. പക്ഷേ എപ്പോഴും നമുക്ക് ഉടുക്കാൻ സുഖം ഇതുപോലുള്ള മെറ്റീരിയലുകളാണ്. ഇതാകുമ്പോഴത്തേക്ക് ശരീരത്തിൽ ഒതുങ്ങി കിടക്കുന്ന മെറ്റീരിയലാണ്. ഈ ടൈപ്പ് മെറ്റീരിയലാണ് ശരീരത്തിന് തടിയുള്ളവർക്ക് ഇതുപോലുള്ള മെറ്റീരിയലുകളാണ്, അതായത് സിന്തറ്റിക് ടൈപ്പ് മെറ്റീരിയലുകൾ മാക്സിമം ചൂസ് ചെയ്യുക. അതിലുള്ള ഇതുപോലത്തെ ചെറിയ ബോർഡർ സാരികൾ നോക്കിയിട്ട് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് അധികം വണ്ണം തോന്നിക്കത്തില്ല. പ്ലീറ്റ് ഷോൾഡറിലേക്ക് ഇടുന്ന സമയത്ത് തന്നെ മുന്താണിയുടെ ഇറക്കം മുട്ടിനും കാഫിനും ഇടയിൽ നിൽക്കുന്ന രീതിയിൽ മുന്താണിയുടെ ഇറക്കം അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണം ഷോൾഡറിൽ പ്ലീറ്റ് പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് മുട്ടിന് കുറച്ച് താഴെ ആയിട്ട് വേണം മുന്താണിയുടെ ഇറക്കം എപ്പോഴും നിൽക്കുക. നിങ്ങൾ വണ്ണമുള്ളവർ പൊക്കമുള്ളവരായിട്ടുണ്ട്, മാക്സിമം മുന്താണിയുടെ ഇറക്കം ആ ഒരു ലെവലിൽ കീപ്പ് ചെയ്യാൻ നോക്കുക. അതാണ് സാരിക്ക് എപ്പോഴും ഭംഗി കൊടുക്കുന്നത്. പ്ലീറ്റ് എടുത്തിട്ടുണ്ട്. പ്ലീറ്റ് എടുത്ത ശേഷം നമുക്ക് സൈഡ് പ്ലീറ്റ് എടുക്കണം. സൈഡ് പ്ലീറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ബോർഡർ ഇങ്ങനെ പിടിക്കുന്നതിനൊപ്പം തന്നെ ഒന്ന് ജസ്റ്റ് നമ്മൾ ഇവിടെ നിന്നിട്ട് ഇങ്ങനെ പിടിക്കുമ്പോൾ തന്നെ ഇവിടെ കുറച്ച് ഫോം ചെയ്യും, കുറച്ച് ലെയേഴ്സ് ഇങ്ങനെ ഫോം ചെയ്യും. അത് ഇങ്ങനെ എടുത്തിട്ട് നമുക്ക് ഒരുമിച്ച് ഇങ്ങനെ ചേർത്തിട്ട് വലതുവശം ചേർത്ത് സ്കേർട്ടിനെ ഫ്രണ്ടിലേക്ക് വലിച്ചിട്ട് വേണം ചെയ്യാൻ. അപ്പോൾ നമുക്ക് ഇതുപോലെ തന്നെ ലെയർ ഇവിടെ കിട്ടും. ഇനി ഇത് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർ ആദ്യമേ തന്നെ ബോർഡർ ഇവിടെ പ്ലേസ് ചെയ്യുക. എന്നിട്ട് നമുക്ക് ഇവിടെ ഒരു പിൻ ചെയ്യാം. പിൻ ചെയ്തിട്ട്
നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ പിടിക്കുമ്പോൾ തന്നെ അടുത്ത ലെയേഴ്സ് വരും. ആ ലെയേഴ്സ് നമ്മൾ കൈ കൊണ്ട് എടുത്ത് വെച്ച ശേഷം ആ ലെയേഴ്സ് നമ്മൾ കൈ കൊണ്ട് ലെയറാക്കി എടുത്ത ശേഷം നമുക്കിവിടെ ഒരു പിന്നും കൂടെ കൊടുക്കാം. ഇത് ഒരുമിച്ചും ചെയ്യാം. ബുദ്ധിമുട്ടുള്ളവർ, അങ്ങനെ ചെയ്യാൻ പറ്റാത്ത, ഒരുമിച്ച് കിട്ടാത്തവര്, ഒരുമിച്ച് ഇതുപോലെ ലെയർ എടുക്കാൻ പറ്റാത്തവര് ഇതുപോലെ 2 തവണയായിട്ടും ലെയർ ഇടാൻ എടുത്ത് ഫിക്സ് ചെയ്യാൻ നോക്കണം. ഓവർ പ്ലേറ്റ് എങ്ങനെ എടുക്കാൻ നോക്കാം. അവസാന പ്ലേറ്റ് വലുതാക്കി എടുക്കുക. ഇതുപോലെ വലുതാക്കി എടുത്ത് പ്ലേറ്റ് അറേഞ്ച് ചെയ്ത ശേഷം ലോവർ പ്ലേറ്റ് അറേഞ്ച് ചെയ്യുന്ന രീതിയൊക്കെ ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതുപോലെ ഇടവിട്ട് നീറ്റായിട്ട് അടുക്കി പിൻ ചെയ്യാം. ഇതേ ഡിസ്റ്റൻസ് വേണം. ഇതേപോലെ തന്നെ ഡിസ്റ്റൻസ് ഇട്ടിട്ട് ഇങ്ങനെ അറേഞ്ച് ചെയ്ത ശേഷം ഒരുമിച്ച് അടുക്കി പിൻ ചെയ്ത ശേഷം ടക്കിൻ ചെയ്യാം. പിൻ ചെയ്യേണ്ടത് പുറകു വശത്താണ്, ഉൾവശത്താണ് പിൻ ചെയ്യേണ്ടത്. പിൻ ചെയ്ത ശേഷം ഇതേപോലെ ഡിസ്റ്റൻസ് ഇട്ടിട്ട് വേണം അടുക്കി പിൻ ചെയ്യേണ്ടത്. ടക്കിൻ ചെയ്യാം. ടക്കിൻ ചെയ്ത പോർഷൻ, ബാക്കി പോർഷൻ അവിടെ തന്നെ ടക്കിൻ ചെയ്യാം. ഈ പ്ലേറ്റുകൾ ഒന്നുകൂടി അറേഞ്ച് ചെയ്തെടുക്കാം. ഇതുപോലെ ഒന്നുകൂടി അറേഞ്ച് ചെയ്ത ശേഷം നമുക്ക് ഇതിന്റെ ഇവിടെ ഒരു പിൻ ചെയ്യണം. അവിടെ പിൻ ചെയ്യുന്നതിന് പകരം നമുക്ക് ഈ പോർഷനിലെ അകത്തൂടെ ഇട്ട് പിൻ കൊടുക്കാം. ഈ ബോർഡറും സ്കേർട്ടും കൂടെ ചേർത്തിട്ടാണ് പിൻ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഈ ഭാഗം ടക്കിൻ ചെയ്ത ശേഷം മേളിലെ അപ്പർ പ്ലേറ്റ് ഒന്നുകൂടെ ഒന്ന് അറേഞ്ച് ചെയ്യുക. അറേഞ്ച് ചെയ്ത ശേഷം ലാസ്റ്റില് നമ്മൾ ഇങ്ങനെ ഒന്ന് താഴ്ത്തി കൊടുക്കുക. താഴ്ത്തി കൊടുക്കുമ്പോൾ ഈ പ്ലേറ്റ് എല്ലാം കറക്റ്റായിട്ട് ഫിക്സ് ആയിരിക്കും. സാരി ഒരു നോർമൽ രീതിയിലാണ് ഉടുത്തേക്കുന്നത്. പ്ലേറ്റ് എടുത്ത് സാധാരണ പോലെ ഒതുക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് സിംഗിൾ ലെയറിൽ എങ്ങനെ ഉടുക്കാമെന്ന് നോക്കാം. സിംഗിൾ ലെയറിൽ നമ്മൾ സാരി ഉടുക്കുന്ന സമയത്ത് ഇതുപോലെ പ്ലേറ്റ് ഒതുക്കി എടുത്ത ശേഷം ഈ ലെയറിന്റെ പിൻ എപ്പോഴും, പിന്നെ ഒരിക്കലും ഇവിടെ കൊടുക്കരുത്. പിന്നെ തൊട്ട് പുറകിലായിട്ട് വേണം പിൻ ചെയ്യേണ്ടത്. ഇവിടത്തെ ഈ സൈഡ് പ്ലേറ്റ് ഒന്ന് ഒതുക്കിയെടുക്കണം. സൈഡ് പ്ലേറ്റ് ഒതുക്കാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഇങ്ങനെ സാരി പിടിക്കുമ്പോൾ തന്നെ നമുക്ക് കുറച്ച് ലെയർ ഇങ്ങനെ കിട്ടും. ഇതുപോലെ പിടിക്കുമ്പോൾ തന്നെ കുറച്ച് ലെയർ നമുക്ക് ഇവിടെ ഇങ്ങനെ കിട്ടുന്നുണ്ട്. ഈ ലെയർ ഇങ്ങനെ ഭംഗിയായിട്ട് അറേഞ്ച് ചെയ്ത് ടൈറ്റ് ചെയ്തെടുക്കുക. ഇങ്ങനെ അറേഞ്ച് ചെയ്ത ശേഷം ഒന്ന് ടൈറ്റ് ചെയ്തിട്ട് ടൈറ്റ് ചെയ്തിട്ട് നമുക്ക് ഒന്നുകിൽ ബ്ലൗസിൽ കൊടുക്കാം, അല്ലെങ്കിൽ സ്കേർട്ടിന്റെ കൂടെ ചേർത്ത് പിൻ ചെയ്യാം. ഞാനിപ്പോൾ ബ്ലൗസിന്റെ കൂടെ ചേർത്തിട്ട് പിൻ ചെയ്യാം. പിൻ ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ ഈ പോർഷനിൽ ഇങ്ങനെ കിട്ടും. ശേഷം നമുക്ക് സാരി ഇതുപോലെ കിട്ടും. നമ്മൾ ഈ അകത്ത് പിൻ ചെയ്ത പോർഷൻ കാണത്തില്ല. ഇവിടെ ഒരു ഭംഗിയും ഉണ്ടായിരിക്കും കാണാൻ വേണ്ടിയിട്ട്. ഇവിടെ നീട്ടായിരിക്കുകയും ചെയ്യും. അകത്തുള്ള പിൻ ചെയ്ത പോർഷനും കാണത്തില്ല. അപ്പോൾ ഇപ്പോൾ ഇതാണ് ഇതിന്റെ ഫൈനൽ ലുക്ക് വരുന്നത്. സിന്തറ്റിക് ടൈപ്പ്, അതായത് ജോർജറ്റ്, ക്രേപ്പ്, ഷിഫോൺ ഇതുപോലത്തെ മെറ്റീരിയലിലുള്ള സാരികൾ ഉപയോഗിക്കുന്ന സമയത്ത് അണ്ടർസ്കേർട്ട് ശ്രദ്ധിക്കുക. അതുപോലെ സ്കേർട്ട് യൂസ് ചെയ്യുന്ന സമയത്ത് മാക്സിമം കോട്ടൺ ടൈപ്പ് നിങ്ങൾക്ക് ചേരുന്നതും ഇറക്കവും ഷേപ്പും അളവും ഇറക്കവും ഒക്കെ കറക്റ്റ് ആയിട്ടുള്ള നല്ല കോട്ടൺ അണ്ടർസ്കേർട്ട് തന്നെ യൂസ് ചെയ്യുക. സാധാരണ നമ്മൾ അണ്ടർസ്കേർട്ട് തന്നെ യൂസ് ചെയ്യുക. വേറെ പോലുള്ള അണ്ടർസ്കേർട്ട് ഹെവി ടൈപ്പ് സാരികൾക്ക് യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അതുപോലെ വണ്ണമുള്ളവർ മാക്സിമം ഇതുപോലത്തെ മെറ്റീരിയൽ വാങ്ങിച്ച് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. അപ്പം നിങ്ങൾക്ക് നോർമൽ രീതിയാണോ, സാധാരണ പ്ലീറ്റ് എടുത്ത് ഒതുക്കി കൊടുക്കുന്ന രീതിയാണോ, അതോ സിംഗിൾ ലെയർ ആയിട്ട് കൊടുക്കുന്ന രീതിയാണോ ഈ സാരിക്ക് ചേരുന്നത് എന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. സപ്പോർട്ട് ചെയ്യുക.
എന്നാൽ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.